Hi all, we already started our second module, and for the doing problems in second module we need to familiarize the Laplace transform and its application. Also we need to know how inverse Laplace transform can be find out, like that. Also we need to know what are the initial conditions, what is the final value theorem, initial value theorem, all these parameters we need to know. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, എന്താണ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, അതൊന്ന് റിവ്യൂ ചെയ്ത് എടുക്കാം. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് ടി ഈസ് ഡിഫൈൻഡ് ആസ്, എന്താണ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എസ് ഈക്വൽ ടു എൽ ഓഫ് എഫ് ഓഫ് ടി. എഫ് ഓഫ് എസ് ഈസ് ഈക്വൽ ടു എൽ ഓഫ് എഫ് ഓഫ് ടി, അതായത് integral 0 to infinity f of t e raised to minus st dt. ഇതാണ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനിഷൻ. അതായത് 0 to infinity f of t e raised to minus st dt. Okay, where s is the complex frequency variable, s is equal to sigma plus j omega. അപ്പോൾ the function f of t must satisfy the following condition to possess a Laplace transform. എന്താണ് കണ്ടീഷൻസ്? 0 to infinity modulus of f of t e raised to sigma minus t dt should be less than infinity. അതായിരിക്കണം ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ കണ്ടീഷൻ. അപ്പം എഫ് ഓഫ് എസ് ഈക്വൽ ടു എൽ ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 0 to infinity എഫ് ഓഫ് ടി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. അപ്പോൾ ആ ഒരു എക്സ്പ്രഷൻ എപ്പോഴും ഓർത്ത് വെക്കുക. നൗ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സം ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ്. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ കെ ആണെങ്കിൽ അത് എൽ ഓഫ് കെ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 0 to നമ്മുടെ ബേസിക് ഫോർമുല 0 to infinity കെ ഇ റേസ് ടു നമ്മൾ എഫ് ഓഫ് ടി, നമ്മുടെ ഫോർമുല എന്താണ്? എഫ് ഓഫ് ടി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി അല്ലേ, ഇൻ്റഗ്രൽ. അപ്പോൾ എഫ് ഓഫ് ടിക്ക് പകരം എന്ത് എഴുതി? കെ ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. അപ്പം ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് ടു മൈനസ് എസ് ടി എന്താണ്? ഇ റേസ് ടു മൈനസ് എസ് ടി ഡിവൈഡ് ബൈ മൈനസ് എസ് അല്ലേ, ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡിവൈഡ് ബൈ മൈനസ് എസ്. അപ്പോൾ 0യും ഇൻഫിനിറ്റിയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കെ ബൈ എസ് കിട്ടും. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? 1/s ആണ്. ഇനി ടി റേസ് ടു ഫങ്ഷൻസ് ഓഫ് ടി റേസ് ടു എൻ, എൽ ഓഫ് ടി റേസ് ടു എൻ, ടി റേസ് ടു എൻ എന്നുള്ളൊരു ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണെങ്കിൽ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലാണ് സോൾവ് ചെയ്യുന്നത്. നമ്മൾ ഇൻ്റഗ്രേഷൻ കൊടുത്തു 0 to infinity ടി റേസ് ടു എൻ ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. അപ്പോൾ ഫൈനലി നമുക്ക് എന്ത് കിട്ടും? എൽ ഓഫ് ടി റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എസ് റേസ് ടു എൻ പ്ലസ് വൺ. അപ്പോൾ ഈക്വേഷൻ ഓർത്ത് നോക്കുക. എൽ ഓഫ് ടി റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എസ് റേസ് ടു എൻ പ്ലസ് വൺ. നെക്സ്റ്റ് എ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ യു ഓഫ് ടി ഈസ് ഈക്വൽ ടു 1. ഒരു യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണെങ്കിൽ എൽ ഓഫ് യു ഓഫ് ടി ഈസ് ഈക്വൽ ടു 0 to infinity യു ഓഫ് ടിയുടെ വാല്യൂ 1 ആണ് ഫോർ ടി ഗ്രേറ്റർ ദാൻ 0, യു ഓഫ് ടി ഈക്വൽ ടു 0 ആണ് ഫോർ ടി ലെസ് ദാൻ 0. അപ്പോൾ അതിനെന്തായിരിക്കും? എൽ ഓഫ് യു ഓഫ് ടി കൊടുക്കും 1 കൊടുക്കും. 0 to infinity 0ൻ്റെ മുകളിലോട്ട് മാത്രം നോക്കുകയാണെങ്കിൽ 0 to infinity 1 ഇ റേസ് ടു മൈനസ് എസ് ടി, അപ്പം 1/s. ഇപ്പോൾ കോൺസ്റ്റൻറ്റ് കെ ബൈ എസ് ആണ്, ഇവിടെ കോൺസ്റ്റൻറ്റ് പകരം 1 ആണ്, അതുകൊണ്ട് 1/s. ഓക്കെ, ഇനി ഡിലേഡ് ഓർ ഷിഫ്റ്റഡ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. അപ്പോൾ ഡിലേഡ് അല്ലെങ്കിൽ ഷിഫ്റ്റഡ് ഫംഗ്ഷനാണ് വരുന്നതെങ്കിൽ യു ഓഫ് ടി മൈനസ് എ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തായിരിക്കും? എൽ ഓഫ് യു ഓഫ് ടി മൈനസ് എ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എ എസ് ബൈ എസ്. നോക്കുക, ഇ റേസ് ടു മൈനസ് എ എസ് ബൈ എസ്. അപ്പം അതുപോലെ യൂണിറ്റ് റാമ്പ് ഫംഗ്ഷൻ. ഇപ്പോൾ റാമ്പ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ആയിരിക്കും റാമ്പ് ഫംഗ്ഷൻ. ആർ ഓഫ് ടി ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി, ആർ ഓഫ് ടി ഇസിക്കൽ ടു ടി ഫോർ ടി ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ അതിൻ്റെ കേസിൽ എൽ ഓഫ് ആർ ഓഫ് ടി എന്ന് പറയുമ്പോൾ 1/s². അപ്പോൾ യൂണിറ്റ് റാമ്പ് ഫംഗ്ഷൻ്റെ 1/s². അതുപോലെ ഡിലേഡ് യൂണിറ്റ് റാമ്പ് ഫംഗ്ഷൻ്റെ ആകുമ്പോൾ ഇ റേസ് ടു മൈനസ് എ എസ് ബൈ s² വരും. യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ്റെ ആകുമ്പം എൽ ഓഫ് ഡെൽറ്റ ഓഫ് ടി ഇസിക്കൽ ടു 1 വരും. ഓക്കെ, അതുപോലെ എക്സ്പെണൻഷ്യൽ ഇ റേസ് ടു എ ടി, ഒരു എക്സ്പെണൻഷ്യൽ ഫംഗ്ഷൻ എൽ ഓഫ് ഇ റേസ് ടു എ ടി ആണെങ്കിൽ എന്ത് വരും? 0 to infinity ഇ റേസ് ടു എഫ് ഓഫ് ടിക്ക് വരും ഇ റേസ് ടു എ ടി
പിന്നെ ഇ റേസ് ടു എസ് ടി അല്ലേ ഇൻറ്റു ഡി ടി അല്ലേ. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ 1/s+a എന്ന് കിട്ടും. അത് ഇ റേസ് ടു എ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം 1/s-a ആയിരിക്കും. ഓക്കെ, അപ്പോൾ 1/s-aയുടെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇ റേസ് ടു എ ടി കിട്ടും. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. ഇനി സൈൻ ഫംഗ്ഷൻ സൈൻ ഒമേഗ ടി. ഇപ്പോൾ സൈൻ ഒമേഗ ടീനെ നമ്മൾ എന്ത് ചെയ്തു? 1/2j ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ ടി മൈനസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഇങ്ങനെ എഴുതാൻ പറ്റും നമുക്ക് ഒരു സൈൻ ഫംഗ്ഷനെ. അപ്പോൾ അത് വെച്ചിട്ട് ഒരു സൈൻ ഒമേഗ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ചെയ്താൽ നമുക്ക് കിട്ടുന്നത് s² പ്ലസ് ഒമേഗ സ്ക്വയർ. അപ്പോൾ പഠിക്കുക എൽ ഓഫ് സൈൻ ഒമേഗ ടി ഈസ് ഈക്വൽ ടു ω/s² പ്ലസ് ഒമേഗ സ്ക്വയർ. ഓക്കെ, അപ്പം സൈൻ എ ടി ആണെങ്കിൽ എൽ ഓഫ് സൈൻ എ ടി ആണെങ്കിൽ എന്ത് കിട്ടും? a/s² പ്ലസ് a² കിട്ടും. ഇനി സൈൻ ഒമേഗ ടിക്ക് വരും കോസ് ഒമേഗ ടി ആണെങ്കിൽ നേരെ മറിച്ച് ഇങ്ങനെ ആയിരിക്കും. എൽ ഓഫ് കോസ് ഒമേഗ ടി s/s² പ്ലസ് ഒമേഗ സ്ക്വയർ ആയിരിക്കും ആൻസർ കിട്ടുക കൊസൈൻ ഫംഗ്ഷൻ്റെ. അപ്പോൾ സൈൻ ഫംഗ്ഷൻ്റെ വേണം, കൊസൈൻ ഫംഗ്ഷൻ്റെ വേണം. ഇനി ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ്, അതായത് സൈൻ എച്ച് ഒമേഗ ടി ആ വരുന്നതെങ്കിൽ എന്ത് വരും? ω/s² പ്ലസ് ഒമേഗ സ്ക്വയർ അല്ല, മറിച്ച് മൈനസ് ഒമേഗ സ്ക്വയർ ആണ്. ഇനി ഹൈപ്പർബോളിക് ഫംഗ്ഷൻ കൊസൈൻ ഫംഗ്ഷനാണ് വരുന്നതെങ്കിൽ s/s² മൈനസ് ഒമേഗ സ്ക്വയർ, അതായത് സൈൻ HX എന്നുള്ള ഫോർമുലയിലാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യും? s² മൈനസ് ഒമേഗ സ്ക്വയർ ആണ് അല്ലെങ്കിൽ. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് മെയിനായിട്ട്. അപ്പോൾ ഇ റേസ് ടു എ ടി എഫ് ഓഫ് ടി എക്സ്പൊണൻഷ്യലി ഡാമ്പിൾ ഫംഗ്ഷൻ ആണെങ്കിൽ എന്ത് കിട്ടും? f(s+a) അല്ലേ, f(s+a) എന്ന് കിട്ടും. അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ലാപ്ലേസ് ട്രാൻസ്ഫോം, ബേസിക് ഫംഗ്ഷൻസിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? ഒന്ന് ലീനിയാരിറ്റി മീൻസ് L of f1 of t is equal to f1 of s and L of f2 of t is equal to f2 of s ആണെങ്കിൽ L of a f1 of t plus b f2 of t എന്തായിരിക്കും? a into f1 of s plus b into f2 of s ആയിരിക്കും. അപ്പോൾ എയും ബിയും കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇതാണ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി. അപ്പോൾ ഇതിൻ്റെ പ്രൂഫൊന്നും വേണ്ട, നമുക്ക് ജസ്റ്റ് ആ ലീനിയാരിറ്റി പ്രോപ്പർട്ടി അറിഞ്ഞാൽ മതി. അതായത് L of a f1 of t plus b f2 of t is equal to എന്ത് കിട്ടും? a into f1 of s plus b into f2 of s. അതായത് ആ കോൺസ്റ്റൻ്റ് a അതുപോലെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. നെക്സ്റ്റ് ടൈം സ്കെയിലിംഗ്, അടുത്ത പ്രോപ്പർട്ടിയാണ് ടൈം സ്കെയിലിംഗ്. ദാറ്റ് ഈസ് L of f of t is equal to f of s. L of f of t equal to f of s ആണെങ്കിൽ L of f of a t, അതായത് ടിക്ക് പകരം ഒരു എ ടി വരികയാണെങ്കിൽ എന്തായിരിക്കും ആൻസർ? L of f of a t is equal to എന്താണ്? 1/a f of s/a എന്ന് കിട്ടും. 1/a f of s/a. ഓക്കെ, ഇതാണ് ടൈം സ്കെയിലിംഗ്. അപ്പോൾ ഇത് നമുക്ക് ഓരോ സ്ഥലത്ത് യൂസ് ചെയ്യേണ്ടി വരും, അപ്പോൾ അതുകൊണ്ട് അത് പഠിച്ചു വെക്കാം. നെക്സ്റ്റ് വരുന്നത് ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് തിയറം. അതായത് L of f of t is equal to f of s ആണെങ്കിൽ L of e raised to a t f of t is equal to f of s plus a. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതെപ്പോഴും നമുക്ക് യൂസ് ചെയ്യേണ്ട ഒരു തിയറാണ്. L of f of t equal to f of s, then L of e raised to a t f of t is equal to f of s plus a. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ടൈം ഷിഫ്റ്റിംഗ് തിയറം. അപ്പോൾ ടൈം ഷിഫ്റ്റിംഗ് തിയറത്തിൽ എന്താണ്? L of f of t is equal to f of s, then L of f of t minus a is equal to e raised to minus as f of s. അപ്പോൾ ഞാൻ പറയുന്ന ഓരോ തിയറംസും നിങ്ങൾ നോട്ടിൽ എഴുതി വെക്കുക. L of f of t minus a is equal to e raised to minus as f of s. ഓക്കെ, ഇതാണ് ടൈം ഷിഫ്റ്റിംഗ്. അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി. അപ്പം L of f of t equal to f of s ആണെങ്കിൽ L of t f of t എന്ന് പറയുന്നത് എന്താണ്? മൈനസ് ഓഫ് ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ് ആയിരിക്കും. ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ് ആയിരിക്കും. ഓക്കെ,
അപ്പോൾ അതുപോലെ ഡിവിഷൻ ബൈ ടി, എൽ ഓഫ് എഫ് ഓഫ് ടിക്ക് എഫ് ഓഫ് എസ് ആണെങ്കിൽ എൽ ഓഫ് എഫ് ഓഫ് ടി ബൈ ടി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഇൻ്റഗ്രൽ ഓഫ് എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എസ് ഡി എസ് ആയിരിക്കും. ഓക്കെ. അടുത്തത് ടൈം ഡിഫറൻസിയേഷൻ തിയറം, അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ്സ്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എൽ ഓഫ് എഫ് ഡാഷ് ഓഫ് എൽ ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എസ്, ദെൻ എൽ ഓഫ് എഫ് ഡാഷ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു എഫ് ഓഫ് എസ് മൈനസ് എഫ് ഓഫ് സീറോ. ഇമ്പോർട്ടൻ്റ് ആണ്. എസ് ഇൻറ്റു എഫ് ഓഫ് എസ് മൈനസ് എഫ് ഓഫ് സീറോ ഓർത്ത് നോക്കുക. എസ് ഇൻറ്റു എഫ് ഓഫ് എസ് മൈനസ് എഫ് ഓഫ് സീറോ. ഇനി എൽ ഓഫ് എഫ് ഡബിൾ ഡാഷ്, അപ്പോൾ ഡബിൾ ഡെറിവേറ്റീവ് ആണെങ്കിൽ എന്ത് വരും? എസ് എഫ് ഓഫ് എസ് മൈനസ് എഫ് ഓഫ് സീറോക്ക് പകരം എസ് സ്ക്വയർ എഫ് ഓഫ് എസ്, എസ് സ്ക്വയർ എഫ് ഓഫ് എസ് മൈനസ് എസ് എഫ് ഓഫ് സീറോ മൈനസ് എഫ് ഡാഷ് ഓഫ് സീറോ. ഇങ്ങനെ ഒരു സീക്വൻഷ്യലി. ഇനി എഫ് ട്രിപ്പിൾ ഡാഷ് ആണെങ്കിൽ എസ് ക്യൂബ് എഫ് ഓഫ് എസ് എന്ന് വരും. ഓക്കെ. അപ്പോൾ ഇതാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ്. അതുപോലെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻ്റഗ്രൽ. ഇൻ്റഗ്രൽ എന്താ വരുന്നത്? എൽ ഓഫ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് എസ്, ദെൻ എൽ ഓഫ് സീറോ ടു ടി എഫ് ഓഫ് ടി ഡി ടി. അതായത് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് ടി, എൽ ഓഫ് ഇൻ്റഗ്രൽ ഓഫ് എഫ് ടി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എസ് ബൈ എസ് ആയിരിക്കും. എഫ് ഓഫ് എസ് ബൈ എസ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ കിട്ടുന്നത് എങ്ങനെയാണ്? നമ്മൾ സീറോ ടു ടി എഫ് ഓഫ് ടി ഡി ടി, അതുപോലെ ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി, ആ ഒരു ഫോർമുലയിൽ കൊടുത്തിട്ടാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ എഫ് ഓഫ് എസ് ബൈ എസ് ആയിരിക്കും. അപ്പോൾ ഡിഫറൻഷ്യൽ ആണെങ്കിൽ എസ് എഫ് ഓഫ് എസ് മൈനസ് എഫ് ഓഫ് സീറോ എന്നുള്ള രീതിയിൽ പോവും. ഇൻ്റഗ്രൽ ആണെങ്കിൽ എഫ് ഓഫ് എസ് ബൈ എസ് ആയിരിക്കും. ഓക്കെ. ഇനി വരുന്നത് ഇനീഷ്യൽ വാല്യൂ തിയറും ഫൈനൽ വാല്യൂ തിയറും. അപ്പോൾ ഇനീഷ്യൽ വാല്യൂ തിയറം പറയുന്നത് എന്താണ്? എൽ എഫ് ഓഫ് ടി, എൽ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എസ്, ദെൻ ലിമിറ്റ് ടി ടെൻസ് ടു സീറോ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻസ് ടു സീറോ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എന്താണ്? ലിമിറ്റ് എസ് ടെൻസ് ടു ഇൻഫിനിറ്റി എസ് എഫ് ഓഫ് എസ്. ഇമ്പോർട്ടൻ്റ് ആണ് ഇനീഷ്യൽ വാല്യൂ തിയറം. എൽ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എസ്, ദെൻ ലിമിറ്റ് ടി ടെൻസ് ടു സീറോ എഫ് ഓഫ് ടി, ടി ടെൻസ് ടു സീറോ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി സീറോയിലേക്ക് പോകുമ്പം എസ് എന്തിലേക്ക് പോവും? ഇൻഫിനിറ്റിയിലേക്ക് പോവും. ലിമിറ്റ് എസ് ടെൻസ് ടു ഇൻഫിനിറ്റി എസ് എഫ് ഓഫ് എസ്. ഓക്കെ. അപ്പോൾ ഇനീഷ്യൽ വാല്യൂ ഇതിന് പ്രൂഫൊന്നും വേണ്ട. അപ്പോൾ എന്താണ്? ലിമിറ്റ് ടി ടെൻസ് ടു സീറോ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ലിമിറ്റ് എസ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എസ് എഫ് ഓഫ് എസ്. അതാണ് ഇനീഷ്യൽ വാല്യൂ തിയറം. ഇനി ഫൈനൽ വാല്യൂ തിയറം പറയുന്നത് ലിമിറ്റ് ഇഫ് എൽ ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എസ്, ദെൻ ടി ടെൻസ് ടു ഇൻഫിനിറ്റി, ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പം എസ് എന്തായിരിക്കും? എസ് ടെൻസ് ടു ഇൻഫിനിറ്റി ലിമിറ്റ് എസ് എഫ് ഓഫ് എസ്. ഓക്കെ. ഓക്കെ. അപ്പോൾ ഇതാണ് ഫൈനൽ വാല്യൂ തിയറം. അതായത് എൽ ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എസ്, ദെൻ ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ലിമിറ്റ് എസ് ടെൻസ് ടു ഇൻഫിനിറ്റി എസ് എഫ് ഓഫ് എസ്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ പറയാനുള്ളത്. ഇനി അടുത്തത് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. അപ്പോൾ രണ്ട് വീഡിയോ ആയിട്ട് ഞാൻ റെക്കോർഡ് ചെയ്യാം. അപ്പം നെക്സ്റ്റ് നമുക്ക് നോക്കുന്നത് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ഓക്കെ.